56 വർഷം മുൻപ് വിമാനം തകർന്ന് മരിച്ച പത്തനംതിട്ട സ്വദേശിയായ സൈനികൻ തോമസ് ചെറിയാന് വിട ചൊല്ലി നാട്. കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം. പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സൈനിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകളിലേക്ക് നീങ്ങുന്നത്. ഗാർഡ് ഓഫ് ഓണർ നൽകി ധീര സൈനികന് യാത്രാമൊഴി ഏകുകയാണ് ജന്മനാട്. CK അബിലാലുണ്ട്. അബിലാൽ, 3 മണിയോടുകൂടി പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലേക്ക് മൃതദേഹം സംസ്കരിക്കും. ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയോ? ശവസംസ്കാര ശുശ്രൂഷകളുടെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഓർത്തഡോക്സ് വലിയ ശരീരമുണ്ട്. അവരുടെ പൊതുദർശനത്തോടൊപ്പം തന്നെ അന്തിമഘട്ട ശുശ്രൂഷകളുടെ കാര്യങ്ങൾ കൂടി പുരോഗമിക്കുകയാണ്. ഓർത്തഡോക്സ് സഭയിലെ വലിയ കുര്യാക്കോസ് ക്ലിമിയസ്, അതോടൊപ്പം തന്നെ തുമ്പമൺ ബദിരാജാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സറാഫി തുടങ്ങിയ മെത്രാപ്പൊലീത്തമാരാണ് കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികരായി വരുന്നത്. അടുത്ത 15 മിനിറ്റ് സമയം കൊണ്ട് തന്നെ പള്ളിക്ക് ഉള്ളിലെ ചടങ്ങുകൾ അവസാനിക്കും. ശേഷം ഭൗതിക ശരീരം പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ എത്തിക്കും. ഇവിടെ സൈന്യത്തിന്റെ റീത്ത് ലേയിങ് സെറമണിയാണ് ഉണ്ടാവുക. സൈന്യം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകനായിരുന്ന ആളിന് ഉപചാരപൂർവ്വമുള്ള അന്തിമോപചാരം അർപ്പിക്കും. അതിനുശേഷം പള്ളിക്ക് മദ്രസയുടെ പിന്നിലായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഇടത്താണ് ശരീരം സംസ്കരിക്കുക. ഏറെക്കുറെ 3:30 മുൻപായി തന്നെ ശവസംസ്കാര ശുശ്രൂഷ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തോമസ് ചെറിയാൻ പഠിച്ച തോട്ടുപുറം സ്കൂളിലെ, പിന്നീട് വിദ്യാഭ്യാസം നേടിയ പത്തനംതിട്ട കാതോലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കമുള്ള ആളുകൾ, അങ്ങനെ നാടിന്റെ നാനാഭാഗത്തുനിന്നായി ആയിരക്കണക്കിന് ആളുകൾ കഴിഞ്ഞ മണിക്കൂറിൽ പ്രിയ ജവാന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടുകാരും ഇടവക അംഗങ്ങളും അടക്കം മറ്റ് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പള്ളിയിൽ നിന്നും ഭൗതിക ശരീരം പുറത്തെത്തിച്ച് സൈന്യത്തിന്റെ ബഹുമതി കൂടി നൽകിയ ശേഷം കബറിടത്തിലേക്ക് 86 വർഷം മുമ്പ് ലോകത്തോട് വിട പറഞ്ഞ 86 വർഷം മുൻപ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മലയാളി സൈനികൻ തോമസ് ചെറിയാൻ നാടിന്റെ വീരോചിത യാത്രയയപ്പ് നൽകിയാണ്. സൈന്യത്തിന്റെ സല്യൂട്ട് നൽകി, ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരവ് അർപ്പിച്ചു. പ്രാർത്ഥനാ ശുശ്രൂഷകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അബിലാൽ, ഈ തിരുവനന്തപുരത്ത് നിന്നും പാങ്ങോട് സൈനിക ക്യാമ്പിലെ സൈനികരൊക്കെ തന്നെ ഏറ്റുവാങ്ങി ആ നാട്ടിലേക്ക്, ജന്മനാട്ടിലേക്ക് എത്തുമ്പോഴൊക്കെ തന്നെ വഴിത്താരയിൽ ആയിരങ്ങളാണ് അന്ത്യോപചാരം അർപ്പിച്ച് സല്യൂട്ട് നൽകി ഈ സൈനികന് യാത്രാമൊഴി നൽകിയത്. നമ്മളെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേക അനുഭവമാണ്. ഇത്രയും വർഷത്തിന് ശേഷമാണ് ഒരാളുടെ ഭൗതിക ശരീരം നാട്ടിലേക്ക് എത്തിക്കുന്നതും. അതൊരു ജവാന്റെ കൂടിയാകുമ്പോൾ എത്രത്തോളം ആളുകളൊക്കെ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്, ബന്ധുക്കൾ. പിന്നീട് ഇലന്തൂരിനെ സംബന്ധിച്ചോളം ഇലന്തൂരിലൊരു പുതിയ ഒരു അനുഭവം കൂടിയാണ്. ഇനി കല്ലറയിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറ, കുടുംബ കല്ലറയിൽ തന്നെയാണോ മറ്റ് പ്രാർത്ഥനാ ചടങ്ങുകളോടെ സംസ്കാരം നടത്തുക? അത്ഭുതത്തിന്റെ പിന്നാലെ 1968 ഫെബ്രുവരി 7 ഉണ്ടാകുന്ന ഒരു അപകടം 56 വർഷങ്ങൾക്ക് ശേഷം തിരച്ചിലിനൊടുവിൽ മൃതശരീരം കണ്ടെത്തുന്നു. രാജ്യത്തിന്റെ സൈനിക മേഖലയിലെ ഒരു പുതു ചരിത്രമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഒരു സൈനികൻ രാജ്യത്തിന് എത്രത്തോളം പ്രിയപ്പെട്ടവനാണ്, ആദരമർഹിക്കുന്നവനാണ്, ഒപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ എത്രത്തോളം ആദരവ് അർഹിക്കുന്നുണ്ട് എന്നതൊക്കെ ഈ സംഭവത്തിലൂടെ വെളിവാകുന്ന കാര്യം കൂടിയാണ്. പ്രത്യേകിച്ചും വിസ്മൃതിയിൽ ആണ്ടുപോയ ഒരു അപകടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും